നമസ്കാരം. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ ദിവസവും കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് സംഭവിക്കും? ₹1 കയ്യിലെടുക്കാനില്ലാത്ത സർക്കാർ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നുണ്ട്. ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, ആശാവർക്കർമാർക്ക് അലവൻസ് കൊടുക്കുന്നില്ല. അതിനിടയിൽ തോന്നിയതുപോലെ പണം ചെലവഴിക്കുന്ന വിശദാംശങ്ങൾ നമ്മൾ കണ്ടു. ഇത് ഏറ്റവും ഒടുവിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിന് ടൈംസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് മുടക്കുന്നത് 75 ലക്ഷം രൂപയാണ്. എല്ലാ മാധ്യമങ്ങളും പല പരിപാടികളും നടത്താറുണ്ട്, അവിടേക്ക് അതിഥികൾ ധാരാളം എത്താറുണ്ട്. പക്ഷെ അതിന് സ്പോൺസർ ചെയ്യേണ്ട ഗതികേട് ഈ സർക്കാരിനല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടോ? ഞാനിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കുന്ന ഒരു ഓർഡർ, അത് 13-ാം തീയതി പുറത്തിറങ്ങിയ ഒരു ഓർഡറാണ്. ദ സീനിയർ മാനേജർ ആൻഡ് സബ് ഓഫീസ് ഹെഡ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ, തിരുവനന്തപുരം, ആസ് പെർ ദി ലെറ്റർ read as first paper above, has extended a formal invitation to participate in the upcoming edition of the Economic Times World Leaders Forum, a prestigious gathering that offers unparalleled visibility, engagement and brand positioning alongside global visionaries, scheduled to be held on 22-23 August 2023, താജ് പാലസ്, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ താജ് പാലസിൽ 22-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു വേൾഡ് എക്കണോമിക് പരിപാടി നടത്തുന്നു. അതിലേക്ക് കേരള സർക്കാരിന്റെ വ്യവസായ മന്ത്രി വിളിച്ചിട്ടുണ്ട്. റിഗാർഡിംഗ് ദിസ്, മാനേജിംഗ് ഡയറക്ടർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ (KSIDC), ആസ് പെർ ദ ലെറ്റർ റെഡ് ആസ് സെക്കൻഡ് പേപ്പർ above, has informed that Economic Times World Leaders Forum is a calibrated branding and outreach exercise with a measurable return in terms of influence, perception, shift and prospectus leads for a state activity. അങ്ങനെ പോകുന്നു. According the managing director has requested necessary approval for KSIDC to provide sponsorship support of 75 lakhs rupees plus 18% GST, the Times of India, for the successful conduct of the Economic Times World Leaders Forum. അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി എക്കണോമിക്സ് ടൈംസ് ഒരു വേൾഡ് ലീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത് ലോഞ്ചിൽ പോയി കസേരയിട്ടിരിക്കാൻ കേരള സർക്കാരിന് ക്ഷണമുണ്ട്. അതിനുവേണ്ടി 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് ആ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണിത്. അതായത് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പരിപാടി നടത്തുന്നു, ആ പരിപാടിയിൽ കേരള സർക്കാർ 75 ലക്ഷം രൂപ കൊടുക്കുന്നു. എങ്ങനെയാണ് മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നത്, എങ്ങനെയാണ് സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നത് എന്നതിനൊക്കെ ഇതിനേക്കാൾ വലിയ തെളിവ് വേറെയുണ്ടോ? ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഇതൊക്കെ കേരളത്തെ ബ്രാൻഡ് ചെയ്യാനാണ്, കേരളത്തിൽ നേട്ടമുണ്ടാക്കാനാണ് എന്നൊന്നുകൂടെ പറയും. അനേകം പരിപാടികൾ ഇങ്ങനെ നടത്തുന്നുണ്ട്, അതിനെല്ലാം കാശ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ₹1 വികസനമോ ₹1 പദ്ധതിയോ ഈ നാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ അവർ എങ്ങോട്ട് വോട്ട് ചെയ്യുന്നുവോ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നുണക്കഥകൾ ഉണ്ടാക്കി CPIM പിടിച്ചു നിൽക്കുന്നത്. ആ നുണക്കഥകളിൽ ഏറ്റവും ഒടുവിലത്തൊന്നായിരുന്നു ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ CPM അവതരിപ്പിച്ച നാടകം. കൈരളി ചാനലിന്റെ MDയും CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് കന്യാസ്ത്രീകൾ ജയിലിലായ സമയത്ത് ഛത്തീസ്ഗഡിലുണ്ടായിരുന്നു. കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 കന്യാസ്ത്രീകളെയും ചേർത്ത് നിർത്തിയ ഒരു ചിത്രം അദ്ദേഹം എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി പോസ്റ്റ് ചെയ്തിരുന്നു. ബ്രിട്ടാസിന്റെ മുഖം കാണാം. ബ്രിട്ടാസ് കുനിഞ്ഞു നിന്ന് തന്റെ 2 ചെവി കൊണ്ടും 2 കന്യാസ്ത്രീകളെ കേൾക്കുന്നു. കൃത്യമായി സ്റ്റേജ് ചെയ്ത ചിത്രം. എന്ന് വെച്ചാൽ കന്യാസ്ത്രീകൾ 2 പേരും വാത്സല്യത്തോടെ ബ്രിട്ടാസ് എന്ന ഓമനപുത്രന്റെ 2 ചെവികളിലും അവരുടെ സങ്കടം പറയുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന ചിത്രം. ഇത്തരത്തിൽ ബഹളം വെച്ചും നുണ പറഞ്ഞും CPMകാർ തന്നെയായിരുന്നു കന്യാസ്ത്രീകളെ രക്ഷിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നത്. യഥാർത്ഥത്തിൽ ആ കന്യാസ്ത്രീകൾ ഇപ്പോൾ ജയിലിൽ കിടക്കാതിരിക്കുന്നത്, അവർ പുറത്തു വന്നിരിക്കുന്നത് BJP നേതാക്കളുടെ ഇടപെടൽ മൂലമാണ് എന്ന സത്യം അംഗീകരിക്കാൻ ഇവർ മടിച്ചു. BJP കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചു എന്ന തരത്തിലായിരുന്നു പ്രചരണം. ഛത്തീസ്ഗഡിൽ BJPയാണ് ഭരിക്കുന്നത്, ബജറംഗ് ദളാണ് പരാതിക്കാരെ. ആ പരാതിയുടെ പുറത്ത് ജയിലിൽ അടച്ചത് സത്യമാണ്. എന്നാൽ ഈ ജയിലിലായി കഴിഞ്ഞപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പിൽ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യം ചുമത്തി ജയിലിൽ അടച്ചപ്പോൾ അവരെ ദീർഘകാലം ജയിലിൽ കിടക്കാൻ അനുവദിക്കാതെ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്നാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. കേരള സംസ്ഥാന BJP നേതൃത്വം അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെയും അതിന് ചുമതലപ്പെടുത്തി ഛത്തീസ്ഗഡിലേക്ക് അയച്ചു. അവരാണ് അച്ഛന്മാരോടും സഭയോടും സർക്കാരിനോടും ലോബി ചെയ്ത് കന്യാസ്ത്രീകളെ പുറത്തിറക്കിയത്. എന്നാൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച BJPക്കെതിരായ വികാരം സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ ദേശാഭിമാനിയും CPMും UDFും കോൺഗ്രസും ഒക്കെ ശ്രമിച്ചത്. ആ വികാരത്തേക്ക് അതിജീവിച്ചുകൊണ്ട്
ആത്മാർത്ഥമായി പണിയെടുത്താണ് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്. കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് ഇറക്കിയത് LDF-ഉം UDF-ഉം അല്ല, BJP ആണ് എന്ന് പറയുമ്പോൾ അതെ, ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ജയിലിൽ അടച്ചു എന്ന കഥയായിരുന്നു അവർ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ ജയിലിൽ അടച്ചത് ഛത്തീസ്ഗഡ് സർക്കാരോ മോദിയോ BJP അല്ല. അവിടുത്തെ പ്രാദേശികമായ ഒരു പരാതി കിട്ടിയപ്പോൾ അവിടുത്തെ പോലീസ് ചെയ്തതാണ്. അവിടെ നിന്നും ജയിലിന് പുറത്തിറക്കി എന്നത് മഹത്തായ പ്രവൃത്തിയാണെന്ന് അംഗീകരിക്കാൻ ഇവരാരും തയ്യാറായില്ല. ഇപ്പോഴത്തെ ഈ കന്യാസ്ത്രീകൾ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും രണ്ടുപേരും ഡൽഹിയിൽ പോയി രാജീവ് ചന്ദ്രശേഖരുടെ വസതിയിൽ പോയി അദ്ദേഹത്തെ കണ്ടിരിക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വാസ്തവത്തിൽ ഷോൺ ജോർജും അനൂപ് ആന്റണി ജോസഫും അവിടെ പോയതും കന്യാസ്ത്രീകളെ ജയിലിന് പുറത്തിറക്കിയതും. രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും അവരുടെ നിർദ്ദേശാനുസരണം ഛത്തീസ്ഗഡ് സർക്കാരിന് മനസ്സില്ല മനസ്സോടെ കന്യാസ്ത്രീ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വന്നു. അതുവരെ ഛത്തീസ്ഗഡിലെ ജനങ്ങളുടെ വികാരം, BJPയുടെ വികാരം, എന്തിനേറെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ വികാരം പോലും കന്യാസ്ത്രീകൾക്കെതിരാണ്. അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ആ പ്രതിരോധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയത്. ഇത് CPM-കാരും കോൺഗ്രസുകാരും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ മറയുന്നതല്ല എന്ന് വ്യക്തമാക്കുകയാണ് കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരെ കാണാൻ ഡൽഹിയിൽ പോയ വാർത്ത തെളിയിക്കുന്നത്. എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരെ പോയി കണ്ടത്? എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾ രക്ഷകനായ ബ്രിട്ടാസിനെ കാണാതെ പോയത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. ആ കന്യാസ്ത്രീകൾ ഇന്ന് പുറം ലോകത്ത് സ്വസ്ഥതയോടെ ജീവിക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ അവകാശം രാജീവ് ചന്ദ്രശേഖരനും സംസ്ഥാന BJP-ക്കുമാണ്. അത് കന്യാസ്ത്രീകൾക്കും മനസ്സിലായി, സഭയ്ക്കും മനസ്സിലായി. മനസ്സിലാവാത്തതല്ല CPM-നും കോൺഗ്രസിനും. BJP-യെ അവർക്ക് ഭയമായതുകൊണ്ട് BJP വിരുദ്ധമായ ഒരു വികാരമുണ്ടാക്കാൻ, എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ അവർ നുണ പറയുന്നു. ഇത്തരം നുണകളിലൂടെ മാത്രമേ CPM-ന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂ. കാരണം അവരുടെ ധൂർത്തിന്റെയും അഹങ്കാരത്തിന്റെയും വൃത്തികേടിന്റെയും ജനവിരുദ്ധ പ്രവൃത്തിയുടെയും ഒക്കെ വിശദാംശങ്ങൾ ലോകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ ഇത്തരം വിദ്വേഷ പ്രചരണം മാത്രമാണ് അവരുടെ മുമ്പിൽ. അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് മറുപടി പറയട്ടെ, എന്തുകൊണ്ടാണ് രക്ഷകനായ ബ്രിട്ടാസിനെ കാണാൻ ആ കന്യാസ്ത്രീകൾ വരാതെ രാജീവ് ചന്ദ്രശേഖരെ കാണാൻ ഡൽഹിക്ക് അവർ പോയത്?